പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, തെക്കേ ചേരുവാര പൂര മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഗംഭീര പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി താരമാകാൻ ആഗ്രഹിക്കുന്ന കോന്നി ശശാങ്കൻ സംഘവും അവതരിപ്പിക്കുന്ന അടിപൊളി ഗാനമേള ഉണ്ടായിരിക്കുന്ന സുഹൃത്തുക്കളെ. ഗാനമേളയെ തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന പരിപാടിയായ വില്ലടിച്ചാമ്പാട്ടും അതിനെ തുടർന്ന് ഗംഭീര വെടിക്കെട്ടും ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരറിയിപ്പുണ്ട്. ഉത്സവ പിരിവ് തരാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൃത്യം 7:30 തന്നെ ഖജാൻജിയായി എന്റെ പക്കൽ പൈസ അടച്ച് രസീത് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെന്നെ 7:30 കാശിടണമെന്ന് പറഞ്ഞു. 7:30 പോയാലേ 9 മണിക്ക് വിവരം എന്ന് പോരാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി താരമാകാൻ ആഗ്രഹിക്കുന്ന ശ്രീ കെ കോന്നി ശശാങ്കൻ സംഘം അവതരിപ്പിക്കുന്ന അടിപൊളി ഗാനമേള ആരംഭിക്കുന്നു. ഗാനമേള അവതരിപ്പിക്കുന്നതിനായി ശ്രീ ശശാങ്കനെയും അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതിന് നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതാണോ പൊന്നാട? പൊന്നാടയ്ക്ക് ഇപ്പൊ എന്താ വിലയെന്നറിയോ? ഇതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാ. ആദ്യം ഡിവോഴ്സൽ സോങ് അല്ലേ? അല്ല, ഇതൊരു വ്യക്തി നടത്തുന്ന പരിപാടിയാ. ഇത് കണ്ടോ? അതെന്നാ അത്? എടോ, തനിക്ക് തരാനുള്ള കാശാ. ഇപ്പൊ തരത്തില്ല, ഗാനമേള കഴിയുമ്പോ കൊണ്ടത്തരാം. അത് മതി. പറ്റിക്കല്ലോ. തകർത്തോ. ഞാനവിടെ കാണണം. ആ പരിപാടിയുടെ നോട്ടീസ് ചെയ്യാന്നേ. എന്താണ് ഇടിവെട്ട് ഗാനമേളയിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ പോകുന്ന ഭജനക്കല്ലേ? അത് ആശാൻ ഇച്ചിരി ഗമ ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞെഴുതിപ്പിച്ചതാ. ടീച്ചര, ആറ്റുനോട്ട് കിട്ടിയ ഒരു പരിപാടിയാ. നീയൊക്കെ കൂടി അത് കുളമാക്കുമല്ലോടാ. ഗാനമേള തുടങ്ങുന്നില്ലേ? തുപ്പം തുടങ്ങും. എന്നാ തുടങ്ങ്. മയിൽവാഹന. ആശാനെ, എന്തുവാടാ? ഇത് അയ്യപ്പന്റെ അമ്പലമാണ്. ആണോ? എന്നാ പുലിവാഹന. പ്രിയമുള്ളവരെ, ആദ്യമായി 10 ഗാനം. 10 ഗാനോ? അല്ല, ഭക്തിഗാനം. ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഭക്തിഗാനം ആലപിക്കുന്നു ഞാൻ തന്നെ. മാമലൈ സബരിയിലെ മണികണ്ഠൻ സന്നിധാനം. അരേ വാ. മാമലൈ സബരിയിലെ മണികണ്ഠൻ സന്നിധാനം. മാമലൈ സബരിയിലെ മണികണ്ഠൻ സന്നിധാനം. സംവിധാനം തമ്പി കണ്ണന്താനം. സംവിധാനം തമ്പി കണ്ണന്താനം. സംവിധാനം തമ്പി കണ്ണന്താനം. സംവിധാനം തമ്പി കണ്ണന്താനം. ഇത് ഏതോ സിനിമ? രാജാവിന്റെ മകൻ. ഒരിക്കൽ രാജമോഹനോട് ചോദിച്ചു അങ്ങളിന്റെ ഫർദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു കിരീടവും ചെമ്പലും വെക്കാത്ത ഒരു ഭജനക്കാരനാണെന്ന്. അല്ല, ഗാനമേളക്കാരനാണെന്ന്. സിനിമാ പാട്ട് വല്ലതും പാടാൻ നോക്ക്. അടുത്ത സിനിമാ പാട്ടല്ലേ പാടുന്നത്? പ്രിയമുള്ളവരെ, അടുത്തായിട്ട് സിനിമാ പാട്ട്. ആശാനെ, ഇങ്ങനെയാണോ പറയുന്നത്? ഇച്ചിരി കൊഴുപ്പ് കൂട്ടിയിട്ട് അങ്ങോട്ട് പറ. പിന്നെ കൊഴുപ്പ് കൂട്ടിയിട്ടിട്ട് വേണം ഫുഡ് ഇൻസ്പെക്ടർ ഒന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ. ആശാനൊന്നും ഉണ്ടായിരിക്കാവൂ, ഞാൻ പറഞ്ഞോളാം. പ്രിയമുള്ളവരെ, സിനിമാ ഗാനങ്ങളിലേക്ക് കിടക്കുന്ന സൂപ്പർസ്റ്റാർ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രദേശത്തിലെ അലിമുരളികൾ വന്നിരിക്കുന്നു നിങ്ങളുടെ മലയാളം സിംഗർ ശ്രീ കെ കോന്നി ശശാങ്കൻ. ഹരിമുരളി ജപം ഹരിത വൃന്ദാവനോ പ്രണയ സുധാമയമോ ഗണനാഥം. ഹരിമുരളി ജപം ഹരിത വൃന്ദാവനോ പ്രണയ സുധാമയമോ ഗണനാഥം. മധുമൊഴിരാതെ മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണിനി മാധവ ജന്മം. ഹരിമുരളി ജപം ഹരിത വൃന്ദാവനോ പ്രണയ സുധാമയമോ ഗണനാഥം.
നീ ഒന്ന് ആ എന്താ ചേട്ടാ ചൂടുവെള്ളം കിട്ടുമോ? ചൂടുവെള്ളം കിട്ടും, തേയിലയും കിട്ടും, പഞ്ചസാര കിട്ടുള്ളൂ, പഞ്ചസാര കിട്ടും, പാല് കിട്ടുമായിരിക്കും. പാലും കിട്ടും. എന്നാ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിശ്രിതമായിട്ട് ഇങ്ങനെ തന്നുകൂടെ? എന്നാ പിന്നെ ചായ എന്ന് പറഞ്ഞാൽ പോരായിരുന്നാ? അല്ല, ഒന്ന് ലയിപ്പിച്ച് പറഞ്ഞതാ. എടാ നിന്നോട് നല്ല പാട്ട് പാടാൻ എത്ര തവണ ഞാൻ പറയുന്നു. അടിച്ചുപൊളി പാട്ട് കേൾക്കാനാണ് ജനങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. ആണോ? ദിലീപിന്റെ സിനിമയിലെ പാട്ട് പാടാൻ അറിയാവോ? ദിലീപിന്റെ സിനിമയുടെ പാട്ട് പാടാൻ അറിയാമോന്ന്? അറിയാം. അതല്ലേ പാടത്തുള്ളൂ ഞങ്ങള്. ആ എന്നാ ഒരു കാര്യം ചെയ്യ്, ദിലീപിന്റെ 100ാമത് ചിത്രത്തില് ആ പാട്ടൊന്ന് പാടും. ശാങ്ക, ഗാനമേള കഴിഞ്ഞ് വെടിക്കെട്ട് കണ്ടിട്ടേ പോകാവുള്ളൂ. ഗംഭീര വെടിക്കെട്ടാ. അത് വലിയ അത്രയല്ലേ ഉള്ളൂ. ആ പാടിക്കും പാടിക്കും. എടാ, ഈ ദിലീപിന്റെ 100ാമത് ചിത്രം എന്ന് പറഞ്ഞ പണിക്കാരനാണോ? അല്ല, വേലക്കാരൻ. അയ്യോ, അതൊന്നും അല്ല, കണക്കപ്പിള്ള. ഓ, കാര്യസ്ഥൻ. ആ അത് തന്നെ. ഞാൻ അനൗൺസ് ചെയ്തു. പ്രിയമുള്ളവരെ, സൂപ്പർ സ്റ്റാർ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഹാരിസൺ എന്ന ചിത്രത്തിലെ മംഗളങ്ങൾ വാരിക്കോരി വിതറുകയാണ് നിങ്ങളെ മലയാളത്തേക്ക് ശ്രീ കെ കൊന്നി ശശാങ്കൻ. ആശാനെ പറഞ്ഞു കയറ്റി വെച്ചിട്ടുണ്ട്, വാരി വിതറിയാക്കണേ. ഗുരുവികളെ വരൂ, ഗുരുവികളെ നവമിഥുനങ്ങൾ യുവമിഥുനങ്ങൾ ഇവർക്കാശംസകളേക മംഗളങ്ങൾ 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 വാരിക്കോരി ചോരിയാം നമുക്കിനി മധുവിധുവദന്തരാവി മംഗളങ്ങൾ വാരിക്കോരി ചോരിയാം നമുക്കിനി മധുവിധുവദന്തരാവി മധുമത്ത വീതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉറക്കാം ഞാൻ. ആശാനെ, നമ്മൾ ഭജനക്കാരാണെന്ന് അവര് തിരിച്ചറിയിട്ടുണ്ട്. പിറവൂലിയായിട്ട് കൊടുത്തും കീറി വരുന്നത് കണ്ട. ഞാൻ എന്തായാലും മുങ്ങാൻ പോവുകയാണ് കേട്ടാ. നമുക്ക് വതുക്കെ വലിയാം. വാ. വാ. ആശാന്റെ സൈക്കിളിന്റെ ചാവി എന്തി? ഒക്കെ അവിടെ നിന്ന്. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ പോവും. എന്താ പിന്നെ പരിപാടിയോട് നമ്മൾ ചൂടുവെള്ളം ചോദിച്ചില്ലായിരുന്നു. അത് സ്റ്റേജിന്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കമത്തിക്കളായിരുന്നു. എനിക്കിന്റെ ഊതാൻ വയ്യ. വിറവില് അവിടുന്ന് വച്ചോണ്ട് വന്നോ. ഇത് ഒടിക്കാനൊന്നും പറ്റുന്നില്ല. കമത്തിക്കളായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം തിളപ്പിക്കാനേ എനിക്ക് വയ്യ. പറയും കാണും കേട്ടോ. നീ വല്ലോ ഊതാൻ. മോനെ ശശാങ്ക, ഓ തുള്ളാൻ പറ്റൊരു പാട്ട് പാട്. ആര് പറഞ്ഞു തുള്ളുന്നില്ലെന്ന്? എല്ലാരും അവിടെ തുള്ളുന്നുണ്ടല്ലോ. തുള്ളുന്നുണ്ട്. കലി തുള്ളുവാ. എന്തിന്? നിന്നെ തല്ലാൻ. മര്യാദക്ക് തുള്ളാൻ പറ്റൊരു പാട്ട് പാട്. ഏത് പാട്ട് വേണം? വിക്രമത്തിന്റെ പാട്ട് പാട്. ബാല്യമേലെ വിക്രമന്റെ പാട്ട് മതിയോ? അല്ലടാ, അന്യന്റെ പാട്ടൊന്നും ഞാൻ പാടത്തൊന്നുമില്ല. ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. അന്നാട് പാട്. എന്നൊരു കാര്യം ചെയ്യാം, രണ്ടൊക്കെ പാടാം. ഞാൻ എഴുതി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക അവിടെ. ഇത് എവിടെ കൊണ്ടുപോകണം? വിറക് തീർന്നു പോയി. വിറക് തീർന്നതിന് എന്റെ തവലയെ കിട്ടുകയുള്ളൂ നിനക്ക് കത്തിക്കാൻ. ഇതാകുമ്പോ പെട്ടെന്ന് കത്തു വന്നു. മറ്റേ മുഖം പ്രിയമുള്ളവരെ, സൂപ്പർ സ്റ്റാർ വിക്രം അഭിനയിച്ച അന്നും എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ നിന്നും രണ്ടൊക്കെ എന്ന് പറയുന്ന ഗാനം ലഭിക്കുന്നു നിങ്ങളുടെ തമിഴ് സിംഗർ ശ്രീ കെ കെ കൊന്നി ശശാങ്കൻ. ആശാനെ, രണ്ടാക്കാന്ന് പാടിയിട്ട് അവസാനം നാട്ടുകാരെ പിടിച്ച് നാലാക്കൂ. മുടിഞ്ഞവനെ നിന്റെ കരുതാക്ക് വളച്ചൊന്നും പറയാതെടാ. നാഗൃതാനിതോം തകതിമിനാഗൃതാനിതോം തകതിമിനാഗൃതാനിതോം രണ്ടകരണ്ടകനാഗൃതാനിതോം തകതിമിനാഗൃതാനിതോം തകതിമിനാഗൃതാനിതോം രണ്ടകരണ്ടക തൊണ്ടക്കാരിനാഗൃതാനിതോം അയ്യാറെട്ടു പള്ളിക്കാരിനാഗൃതാനിതോം രണ്ടകാക തൊണ്ടക്കാരിനാഗൃതാനിതോം അയ്യാറെട്ട് പള്ളിക്കാരിനാഗൃതാനിതോം ഐരമീന് കണ്ണുകാരിനാഗൃതാനിതോം ഐരമീന് കണ്ണുകാരിനാഗൃതാനിതോം നഗദാനിതോം നഗദാനിതോം നഗദാനിതോം. ആ മതി നിർത്ത്. ഗാനമേളക്ക് നിർത്തിക്കോ. ശശാങ്ക, അപ്പൊ നിന്റെ പരിപാടി എത്ര രൂപയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്? 4000 രൂപയ്ക്ക്. ആണ്. നിന്റെ 4000 രൂപ ഉണ്ടെന്ന് എണ്ണി നോക്ക്.
പിന്നെ കാശ് വാങ്ങിച്ചിട്ട് കൊഞ്ഞനെ കുത്തനാടാ. പൈസ എണ്ണമായിരുന്നു. ആ പൈസ തന്നെ വേണം. കറക്റ്റ് 4000 രൂപയുണ്ട്. 4000 രൂപ ഉണ്ടല്ലോ. 4000 രൂപയുണ്ട്. അതെ, നിന്റെ ഈ പരിപാടി ബുക്ക് ചെയ്യാൻ വന്ന കഥ നിനക്കറിയാവോ? ഇല്ല. ആ കാറിനാ ഞങ്ങൾ വന്നു. ഷേ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ അതിവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാറ് വാടക 1000 രൂപ. അതിങ്ങടുത്ത് പിന്നെ ഈ കാണുന്ന നാട്ടുകാർ മുഴുവൻ വന്നു നിൽക്കുന്നത് കണ്ടോ? ഭയങ്കര ആളല്ലേ? ഭയങ്കര ആള്. ഇത്ര ആള് കൂടാൻ വേണ്ടി ആ. 1500 നോട്ടീസ് ഞങ്ങൾ അടിച്ച് വിതരണം ചെയ്തായിരുന്നു. ഷേ അതിന്റെ ആവശ്യം ഒട്ടും ഇല്ലായിരുന്നു. അത് നിന്റെ പരിപാടി കണ്ടപ്പോഴല്ല മനസ്സിലായത്. ഏ? ആ നോട്ടീസ് അടിച്ച വക 1500 രൂപ. അതിങ്ങടുത്ത് അതും തരണോ? ഷോ, എന്നാ ചെയ്യാനാ നോക്കണം. എന്താ അവിടെ അടുത്തത്. ആ എടാ നിന്റെ ഈ അവിഞ്ഞ പരിപാടിക്ക് സൗണ്ടും ലൈറ്റും അറേഞ്ച് ചെയ്യുന്ന വക 1500 രൂപ ചെലവായി. അത് ഞാൻ ആ തരണം. അതിങ്ങോട്ട് താ. ദാ, ഇപ്പൊ എല്ലാ കണക്കും ഓക്കെ അല്ലോ? എല്ലാം റെഡി ആയിട്ടുണ്ട്. 4000 രൂപ കണക്കും ഓക്കെ. അത് ശരിയായി. പോകാൻ വണ്ടി കൂലിയുണ്ടോ? അയ്യോ വണ്ടിക്കൂലിയില്ല. വേണ്ട. ഇപ്പൊ ഒരു 4000 രൂപ ഞാൻ നിന്റെ കയ്യിലേക്ക് തന്നാണ്. അതെ. അപ്പോഴേക്കും അവൻ അത് മൊത്തം തൂർത്തടിച്ചു. പിന്നെ നീയൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബം പോറ്റുന്നത്? ഏ? എന്നാ 100 രൂപ വണ്ടിക്കൂലിക്ക് ഇരിക്കട്ടെ. ശശാങ്ക ഓ. നീ പോകരുതേ. അതെന്താ? പിന്നെ ഈ സ്റ്റേജ് ആര് വിളിച്ചു കൊടുക്കും? ഞാൻ പൊളിച്ചാണോ? പിന്നെ ആര് വിളിക്കും? അത് ശരി. എന്റെ കയ്യിൽ നിന്ന് 4000 രൂപ പിടിച്ച് മേടിച്ചിട്ട് ഇനി ഞാൻ സ്റ്റേജ് കൂടെ പൊളിച്ചിട്ട് പോണോ? പിന്നെ ഞങ്ങൾ വിളിക്കണം. എന്റെ വട്ടി പൊളിക്കും. നീ സ്റ്റേജ് പൊളിച്ചിട്ട് പോയാ മതി. അമ്പള ഞാൻ സ്റ്റേജ് പൊളിക്കത്തില്ല. വടപ്പിള്ളേ നമുക്ക് പോകാം. നീ പോവുക. ഞാൻ പോകും. സന്തോഷ സുഖു അപ്പൊ നിനക്ക് സ്റ്റേജ് പൊളിക്കാൻ ഒക്കത്തില്ല അല്ലേ? അയ്യോ, 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 എടാ, മൂക്കിൽ കുത്തിയിട്ട് അങ്ങനെ പോകുന്നു. പ്രിയമുള്ളവരെ, ഗാനമേള അവസാനിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വില്ലടിച്ചാൻ പാട്ട് ആരംഭിക്കുന്നതാണ്. വില്ലടിച്ചാൻ പാട്ടിന് വന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വില്ല് നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പുറകിൽ വില്ല് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണാ അപ്പൊ വെടിക്കെട്ടില്ലേ? വെടിക്കെട്ടല്ലടാ ഇപ്പം ഇവിടെ നടന്നത്. അപ്പൊ വെടിക്കെട്ട് മുഴുവനും കഴിഞ്ഞ? മുഴുവനും കഴിഞ്ഞില്ലടാ. ഒരു അമിട്ട് കൂടി പൊട്ടാനുണ്ടായിരുന്നു.